കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കുളത്തൂപ്പുഴയിൽ ബി.ജെ.പി. ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ പന്തം കൊളുത്തി പ്രകടനം, ഐക്യദാർഢ്യ പ്രകടനം എന്നിവ നടത്തി. യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് ട്രേഡ് യൂണിയനുകൾ യോഗം ചേർന്ന് അന്ന് നടത്താനിരുന്ന പണിമുടക്ക് ജൂലൈ 9 മാറ്റി. തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ കാതലായ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മൾക്കറിയാം, സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ഇന്ന് വിലക്കയറ്റം അതിൻ്റെ എല്ലാ അതിരുകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരു സാധനങ്ങളും സാധാരണക്കാരന് വാങ്ങാൻ കഴിയുന്നില്ല. ആറ്റിയായിട്ട് ഗവൺമെൻറ്റായി മാറിയിരിക്കുന്നു പിണറായി ഗവൺമെൻറ്. തൊഴിലാളികൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത രീതിയിൽ പിണറായി ഗവൺമെൻറ് മാറിയിരിക്കുന്നു. ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് കുളത്തൂപ്പുഴയിൽ പണിമുടക്ക് സമാധാനപരമായി. വ്യാപാര സ്ഥാപനങ്ങളും പെട്രോൾ പമ്പുകളും ചെറുകിട സ്ഥാപനങ്ങൾ, ടാക്സി വാഹനങ്ങൾ എന്നിവ പണിമുടക്കിനെ അനുകൂലിച്ചു. KSRTC കുളത്തൂപ്പുഴ ബസ് ഡിപ്പോ സർവീസ് നടത്തുവാൻ തുടങ്ങിയെങ്കിലും യൂണിയൻ സംഘടനകൾ കയർകെട്ടി മാർഗം തടസ്സപ്പെടുത്തി. പത്രം, പാൽ, ആശുപത്രി, മെഡിക്കൽ സ്റ്റോറുകൾ, അത്യാവശ്യ സർവീസുകൾ എന്നിവരെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കി. ദേശീയ പണിമുടക്കിൽ കുളത്തൂപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. BMS ഒഴികെയുള്ള ഐക്യ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപകമായ പണിമുടക്കിനാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി വിറ്റുതുലയ്ക്കുകയും രാജ്യത്ത് അനിയന്ത്രിതമായ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകളിലും പ്രതിഷേധിച്ചും തൊഴിലാളി വർഗത്തിനാകെ എതിരായിട്ടുള്ള ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് പണിമുടക്കിന് തയ്യാറായിട്ടുള്ളത്. മീഡിയ 2020 ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.